നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പേരുകേട്ട സംസ്ഥാനമാണ് കർണാടക. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 5 വർഷം തികക്കുക എന്നുള്ള ഒരു നിലപാട് അത് അവിടെ ഭൂരിപക്ഷം നേടുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ കർണാടകയിൽ ഇത് എപ്പോഴും വളരെ വിചിത്രപരമാണ്. അവിടുത്തെ MLA മാർ എപ്പോഴാണ് കൂറുമാറി പ്രതിപക്ഷ പാർട്ടിയിലേക്കോ മറ്റ് സംവിധാനങ്ങൾക്കോ പോകുന്നതെന്ന് ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് പല വട്ടങ്ങളിലായിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൂ. ഇപ്പൊ പുതിയ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നിലവിലെ ഭരണകക്ഷിയായിട്ടുള്ള കോൺഗ്രസിന്റെ മാണ്ഡി MLA ആയിട്ടുള്ള രവികുമാർ ഗൗഡ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കാര്യം, BJP അവിടെ ഓപ്പറേഷൻ കമല എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ 50 MLA മാരെ BJPയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 100 കോടി രൂപ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ MLA മാർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് പാർട്ടിയിലേക്ക് വേണമെങ്കിലും പോകുമെന്നുള്ള ഒരു വിഷയം അത് അവർക്ക് എന്നും ഉണ്ട്. കാരണം ഇപ്പോ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ വരെ അവരുടെ MLA മാരെ ആരെയും തന്നെ സ്വന്തം സംസ്ഥാനത്ത് നിർത്താതെ തങ്ങൾക്ക് കൂടുതൽ സ്വാധീനമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ റിസോർട്ടുകളിലേക്ക് മാറ്റുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കലാപരിപാടി കുറച്ച് നാളുകളായിട്ട് ഈ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുക. അത് ഗോവയിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്നും അത് ആ ഒരു വലിയ പ്രതിസന്ധിയിലാണ്. കാരണം സ്വന്തം അനുയായികളെയും MLA മാരെയും പോലും വിശ്വാസത്തിലെടുക്കാൻ അവരുടെ നേതൃത്വത്തിന് ഇപ്പോഴും സാധിക്കുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ കർണാടകയിലും ഇപ്പോൾ തുടരുന്നത്. എന്തുകൊണ്ട് കർണാടക കോൺഗ്രസ് ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിലവിലെ ഭരണ സംവിധാനത്തിലെ വലിയ രീതിയിലുള്ള പിടിപ്പുകേടുകളും സ്വന്തം മുഖ്യമന്ത്രിയെ പോലും പ്രോസിക്യൂട്ട് ചെയ്യാൻ അവിടുത്തെ ഗവർണർ അനുവദിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വലിയ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ വരികയാണ്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിരന്തരമായിട്ട് വരികയാണ്. അപ്പോൾ ഇത് മൊത്തത്തിലെടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം വലിയ രീതിയിൽ തന്നെ നിരന്തരമായിട്ട് ഉള്ള ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോഴും നേരിടുന്നു എന്നാണ്. അപ്പോൾ ഏകദേശം 130 സീറ്റുകൾക്ക് മുകളിൽ ഭൂരിപക്ഷം നേടിയിട്ടും അല്ലെങ്കിൽ സീറ്റുകൾ നേടിയിട്ടും കോൺഗ്രസിന്റെ നില ഇപ്പോഴും വലിയ പ്രതിസന്ധിയിലാണ്. 50 MLA മാർ നിലവിൽ BJPയിലേക്ക് പോന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണ സംവിധാനം തകരും, അല്ലെങ്കിൽ നിലവിലെ ഭരണകൂടം താഴെ ഇറങ്ങും എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ അതിനുള്ള എല്ലാവിധ കലാപരിപാടികളും BJP നടത്തുന്നു. BJPയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ MLA മാരെ പ്രലോഭിപ്പിച്ച് ഇങ്ങോട്ട് മറുകണ്ണ ചാടിക്കുക എന്നുള്ളതിൽ വലിയ വിരുദ്ധന്മാരാണ്. ഓപ്പറേഷൻ താമര എന്നുള്ള രീതിയിലേക്കാണ് എല്ലാ സ്ഥലങ്ങളിലും ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഓപ്പറേഷൻ താമര മുഖേന 50 കോൺഗ്രസ് MLA മാർ BJPയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് സംബന്ധിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ തന്നെ ഈ കോൺഗ്രസ് MLA തന്നെ പുറത്തുവിടുന്നു. ഇതിൽ പ്രധാനമായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയാനുള്ളത്, അവിടുത്തെ സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഴിമതി എന്ന് പറയുന്ന സംവിധാനം ഇതിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോൺഗ്രസ് തങ്ങളുടെ പ്രധാനപ്പെട്ട സ്വഭാവ രീതി അത് ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഞങ്ങൾ എത്രത്തോളം കാലം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത്രത്തോളം കാലം ഞങ്ങൾ അഴിമതി നടത്തും, അഴിമതി വീരന്മാരായിട്ട് തുടരുമെന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുകൾ തന്നെയാണ് ഇവർ തുടരുന്നത്. അപ്പോൾ ഈ നിലപാടിൽ നിന്ന് 1% പോലും ഇവർ മാറാത്തോടത്തോളം കാലം ഒരു കാര്യം നമ്മൾക്ക് ബോധ്യമാകും, രാജ്യത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അന്ത്യം ഇന്ത്യ സഖ്യത്തിൽ നിന്നുകൊണ്ട് പോലും ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം വലിയ രീതിയിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ കട തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടാലും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞാലും യഥാർത്ഥത്തിൽ തങ്ങളുടെ അനുയായികൾ ഇപ്പോഴും BJPയുമായിട്ട് മണത്ത് നടക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. പണത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത രീതിയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റിപ്പോർട്ടുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ രീതിയിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പഠിച്ച പണി 18 കർണാടകയിൽ നടത്തിയാലും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അധികാരത്തിൽ അവിടെ വരാൻ തങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾക്ക് ഒരു തടസ്സവുമില്ല, അതിന് ഏത് അറ്റം വരെയും പോകുമെന്നുള്ള രീതിയിലേക്കുള്ള അമിത്ഷായുടെ നിലപാട് തന്നെയാണ് BJPയുടെ ബൂത്ത് തല പ്രവർത്തകരിലേക്ക് ആ ഒരു സ്വഭാവം പകർന്നെത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾക്ക് കരുതാൻ. കർണാടക പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ IT മേഖലയിൽ തന്നെ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യത്തെ ഒരു സംസ്ഥാനം അത് അധികാരത്തിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ കൈവശത്തു നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ BJPക്ക് വലിയ ഒരു കുറവാണ്. ആ കുറവ് ഞങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 50 അല്ല 100 അല്ല എത്ര കോടി വേണമെങ്കിലും ഇറക്കുക എന്നുള്ള നയത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുമായിട്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തർക്കമില്ല. ഇത് കൂടാതെ BJPയെ സംബന്ധിച്ച് അവിടെ ഇപ്പോൾ ഏറ്റവും വലിയ രീതിയിൽ അനുകൂലമായിരിക്കുന്നത് ന്യൂനപക്ഷ പ്രീണനത്തിൽ 1ാം സ്ഥാനത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽക്കേ തന്നെ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസിന്റെ ഈ ഒരു ദുർബലത തന്നെയാണ്
തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റുകൾ ഞങ്ങൾക്ക് നൽകണമെന്ന് വഖഫ് ബോർഡിന്റെ അല്ലെങ്കിൽ അവിടുത്തെ സുന്നി ബോർഡിന്റെ ഒരു ഏറ്റവും തലവൻ, ഒരു മലയാളി കൂടിയാണ്, അദ്ദേഹം പറയുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. ലിംഗായത്ത് സമുദായത്തിനും അതുപോലെ വക്കലിംഗ സമുദായത്തിനും ഒക്കെ എത്രത്തോളം വലിയ രീതിയിൽ നിങ്ങൾ പ്രാതിനിധ്യം നൽകുന്നു, അതുപോലെ അതിന് മുകളിലേക്ക് ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ നിലപാടുകൾ എടുത്ത ആളുകളൊക്കെ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് കണ്ടിരുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പറഞ്ഞ ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി പദവും ആഭ്യന്തരവും ഞങ്ങൾക്ക് തരണം, വിദ്യാഭ്യാസവും ഞങ്ങൾക്ക് തരണം എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവ രീതിയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള ആളുകളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണെങ്കിൽ തർക്കമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള നിലപാടുകൾ എടുക്കുന്നതിൽ, അവരെ കൂടെ കൂട്ടുന്നതിൽ ഒരു രീതിയിലും അവർക്ക് ഒരു മടിയുമില്ല. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നാഷണൽ ഹൂറിയത്ത് കോൺഫറൻസിന്റെ ഒപ്പം നിന്നുകൊണ്ട്, അതിന്റെ നേതാക്കന്മാരുടെ ഒപ്പം നിന്നുകൊണ്ട് വലിയ രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളും എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കം കാര്യങ്ങൾ പുറത്തുവിടുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി 317 അത് എടുത്തു കളയുമെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ 317 ഒക്കെ എടുത്തു കളയുന്നതോടുകൂടി തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, അത് എന്തിനു വേണ്ടിയിട്ടാണ് 317 ഈ പറയുന്ന BJP എടുത്തു കളഞ്ഞത്. ആ 317 പുനഃസ്ഥാപിക്കുമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത്. ഒരു സമയത്ത് പാകിസ്ഥാൻ പതാകയുമായിട്ട് കുട്ടികളും മുതിർന്നവരും ഒന്നിച്ച് ഈ ജമ്മു കാശ്മീരിന്റെ താഴ്വരയിൽ അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളിൽ ഇറങ്ങിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സൈനികർക്ക് നേരെ കല്ലെറിയുകയും അവർക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. അപ്പോൾ രാജ്യത്തിന്റെ സൈനികരെ പോലും പരസ്യമായിട്ട് കല്ലെറിയുന്ന ഒരു സംവിധാനം, അത് ആർട്ടിക്കിൾ 317 കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടില്ല. വലിയ രീതിയിൽ തന്നെ സൈനിക നടപടിയിലൂടെ അവിടുത്തെ ഭീകരവാദത്തെയും അവിടുത്തെ ഭീകരവാദത്തിലേക്ക് പോകുന്ന ആളുകളെയും എല്ലാം പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാനായിട്ട് BJPക്ക് സാധിച്ചിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി വരുന്ന ആളുകളിൽ നിന്ന് മാത്രമാണ് അവിടെ ആക്രമണം ഉണ്ടാവുന്നത്. കഴിഞ്ഞ സമയങ്ങളിൽ അങ്ങനെയല്ല. കശ്മീരിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കശ്മീരിന്റെ ഏതൊരു പ്രദേശത്തും ഏത് സമയത്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് സൈനികർക്കെതിരെയോ അല്ലെങ്കിൽ ഭരണാധികാരികൾക്കെതിരെയോ ഒരു ആക്രമണം നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള രീതിയിലേക്ക് ആയുധങ്ങളും മറ്റ് വെടിക്കോപ്പുകളും കൃത്യമായിട്ട് ഉപയോഗിച്ച് പോന്നിരുന്ന ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും പല ഭീകരവാദ പ്രസ്ഥാനങ്ങളാണെങ്കിലും പൂർണ്ണമായിട്ടും ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു, ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഇനി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഭീകരവാദ വേട്ടകളെല്ലാം പൂർണ്ണമായിട്ട് തുടച്ചു നീക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 317 എടുത്തു കളയുക എന്നുള്ള നിലപാട് അല്ലെങ്കിൽ 317 പുനഃസ്ഥാപിക്കുക എന്നുള്ള നിലപാട് കൂടി കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ വരെ എടുക്കുന്നു. അപ്പോൾ ഇതേ ഒരു സ്വഭാവം തന്നെയാണ് കർണാടകയിൽ ഉൾക്കൊള്ളുന്നത്. നിരവധി വിഷയങ്ങൾ, നിരവധി പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾക്ക് കോൺഗ്രസ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട നിലപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹിന്ദു വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ തടയിടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളുടെ ചില പോഷക സംവിധാനങ്ങളെ പോലും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ കോൺഗ്രസിന് കാണാം. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒരു കർണാടകയിലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ SDP പിന്തുണയോട് കൂടിയിട്ട് BJPയുടെ ഭരണത്തിൽ നിന്ന് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പൊ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഈ രീതിയിലുള്ള പ്രീണന രാഷ്ട്രീയം കോൺഗ്രസ് പിടിച്ചു വെക്കുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള സാമ്പത്തികം കൊടുത്തുകൊണ്ട് തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസിന്റെ MLA-മാരെ തന്നെ കൊണ്ടുവരുന്ന രീതിയിലേക്കുള്ള ഓപ്പറേഷൻ താമരകൾ നിരന്തരമായിട്ട് നടക്കുകയാണ്. കർണാടകയിൽ 50 MLA-മാർ BJPയിലേക്ക് എത്താനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.